അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യേശു തൻ്റെ ശിഷ്യന്മാരെ അനേകം ആളുകളിൽ നിന്നും തിരഞ്ഞെടുത്തു. അവർക്ക് യേശു പേർ വിളിച്ചു, തന്നോടൊപ്പം സുവിശേഷ വേല ചെയ്യുവാൻ അനുവദിക്കുകയും താൻ ചെയ്യുന്ന അത്ഭുതങ്ങൾ അവരെ കാണിക്കുകയും അവരെ കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ ചെയ്യിക്കുകയും ചെയ്തു. ഈ രണ്ടിനെ പ്രവർത്തിക്കുവാൻ അയച്ചപ്പോൾ സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് തന്നാൽ അയക്കപ്പെട്ട വേറെ 70 പേർ കണ്ടതാണ്. എന്നാൽ യേശുവിൻ്റെ ഉപദേശം കട്ടി കൂടിയപ്പോൾ, യേശു പറയുന്നത് ചിലർക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ 70 പേർ യേശുവിനെ വിട്ടുപോയി. എന്നാൽ ഒറ്റിക്കൊടുത്തവനായ യൂദ ഒഴികെയുള്ള ശിഷ്യന്മാർ ഒരുവിധം യേശുവിനോട് കൂടെ പറ്റി നിന്നു. തുടക്കത്തിൽ യേശു പറയുന്ന പല കാര്യങ്ങളും പറ്റി നിന്ന ശിഷ്യന്മാർക്കും ശരിയാവണ്ണം മനസ്സിലായില്ല. അവർ അത് യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു അത് പൊരുൾ തിരിച്ച് കൊടുത്തു. യേശുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ അവരിൽ പലരുടെയും ലക്ഷ്യം യേശുവിനാൽ യഹൂദൻ്റെ രാജ്യം യഥാസ്ഥാനത്താക്കുക എന്നതായിരുന്നു. പലർക്കും ഭൗതികമായ കാര്യങ്ങളിലും അധികാരങ്ങളിലും താല്പര്യമുണ്ടായിരുന്നു. ചിലരുടെ കൈകളിൽ വാളുകൾ സൂക്ഷിച്ചിരുന്നു. കാരണം ഒരു പ്രശ്നം നേരിട്ടാൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ശിഷ്യന്മാരുടെ മനസ്സിൽ തോൽക്കുന്ന യേശുവിന് സ്ഥാനമുണ്ടായിരുന്നില്ല. മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും മുമ്പിൽ സംസാരിച്ച് ജയിക്കുന്ന യേശുവിനെ അവർക്കിഷ്ടമായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശുവിനെ അവർക്കിഷ്ടമാണ്. അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിനെ അവർക്കിഷ്ടമാണ്. ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന യേശുവിനെ എല്ലാ കാലത്തും എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ യേശു എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നു എന്ന് യേശുവിനെ നന്നായി അറിയാമായിരുന്നു. ആ കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനാണ് ഞാൻ വന്നത് എന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഞാൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവർ എന്നെ പിടിച്ച് തല്ലി ക്രൂശിപ്പാൻ ഏൽപ്പിക്കും, ഞാൻ കുരിശിൽ മരിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകും എന്നിത്യാദി കാര്യങ്ങൾ യേശു ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയിരുന്നു. അതൊന്നും വേണ്ട വിധത്തിൽ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. യേശു തങ്ങളുടെ യഹൂദ രാജ്യം സ്ഥാപിക്കുമ്പോൾ യേശുവിനോടൊപ്പം ഈ ഭൂമിയിൽ വാഴാം എന്നായിരുന്നിരിക്കാം ശിഷ്യന്മാരുടെ കണക്കുകൂട്ടൽ. അങ്ങനെ വേണം ചിന്തിക്കുവാൻ. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട്, കർത്താവേ, നീ ഇസ്രയേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം മുൻപ് കേട്ട കാര്യങ്ങൾ ഞാൻ പ്രസ്താവിച്ചത്. എന്നാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നുവെന്ന് ശിഷ്യന്മാർ ഗ്രഹിക്കുവാൻ തുടങ്ങി. ഒറ്റുകാരൻ യൂദ രാത്രിയിൽ ശിഷ്യന്മാരുടെയും യേശുവിൻ്റെയും അടുക്കൽ നിന്ന് അപ്പഗണ്ഡം വാങ്ങിയ ഉടനെ എഴുന്നേറ്റ് പോയി എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി അല്പം സമയം കൂടി മാത്രമേ നിങ്ങളോടുകൂടെ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 33-ാം വാക്യത്തിലെ വാക്കുകളാണ് നാം കേട്ടത്. തങ്ങളുടെ ഹീറോയായ യേശു തങ്ങളെ വിട്ട് പോകും എന്ന കാര്യം ശിഷ്യന്മാരുടെ മനസ്സിൽ പതിഞ്ഞപ്പോൾ അത് അവരുടെ മുഖത്ത് പ്രതിഫലിച്ചു. അവർ ആകെ പരിഭ്രാന്തരാകുവാൻ തുടങ്ങി എന്ന് യേശുവിനെ മനസ്സിലായി. മുഖത്തെ വിഷാദം കണ്ടപ്പോൾ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ സങ്കടപ്പെടരുത്, നിങ്ങൾ നിരാശപ്പെടരുത്. യേശുവിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യമാണ് നാം കേട്ടത്. നമ്മുടെ ആശ്രയം എന്ന് എവിടെയാണെന്ന് നാം ചിന്തിക്കണം. നാം ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്തിലാണെന്ന് ചിന്തിക്കണം. പണത്തിലോ, വിദ്യാഭ്യാസത്തിലോ, ഭൂസ്വത്തിലോ, നമ്മുടെ കഴിവിലോ, ബാങ്ക് ബാലൻസിലോ, നമ്മുടെ അധികാരത്തിലോ, ഉദ്യോഗത്തിലോ, ഉന്നതന്മാരായ സ്നേഹിതന്മാരിലോ നാം ആശ്രയം വെച്ചാൽ ലജ്ജിക്കേണ്ടി വരും എന്നതിന് സംശയമില്ല. നാം ഇപ്പോൾ കേട്ട ഗുണനിലവാരങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിലും
ഒരു ദിവസം നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെടും എന്ന യാഥാർത്ഥ്യം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അരോഗദൃഢഗാത്രനായ ഒരു കരാട്ടെ മാസ്റ്ററിനെ കുറിച്ച് ഞാനിവിടെ പ്രസ്താവിക്കുവാൻ പോവുകയാണ്. വളരെ സമ്പത്തുള്ളവൻ, കഴിവുള്ളവൻ, ആരോഗ്യമുള്ളവൻ, കരാട്ടയിൽ നല്ല വിദഗ്ധൻ, നല്ല പൊക്കവും വണ്ണവും ആരോഗ്യമുള്ളവൻ. ഒരു മുന്തിയ ഹോട്ടലിൽ താൻ റൂമെടുത്തു. ചില ദിവസങ്ങൾക്ക് ശേഷം ആ റൂം കാലിയാക്കി തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുവാനായി ഹോട്ടലിൻ്റെ കാഷ്യറിൻ്റെ അടുക്കൽ ചെന്നു. അവിടെ വെച്ച് അവിടുത്തെ ഹോട്ടൽ ജീവനക്കാരൻ ചോദിച്ച ഏതോ ചോദ്യത്തിൽ ക്ഷുഭിതനായ ആ കരാട്ടെ മാസ്റ്റർ കൈ ഉയർത്തി അവിടുത്തെ ജോലിക്കാരനെ അടിച്ചു. അടികൊണ്ട ജോലിക്കാരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേട്ടൻ എന്നെ അടിച്ചുവല്ലേ, ഞാനൊരു രോഗിയാണ്. കരാട്ടെ മാസ്റ്റർ അഹങ്കാരത്തോടെ തന്നെ ഭവനത്തിലേക്ക് പോയി. പെട്ടെന്ന് എന്തോ അസ്വസ്ഥത കരാട്ടെ മാസ്റ്ററിനെ നേരിടാൻ തുടങ്ങി. അവനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടേഴ്സ് പരിശോധിച്ചു, ഒന്നും കണ്ടെത്തിയില്ല. എങ്കിലും കരാട്ടെ മാസ്റ്ററിന് ബെഡിൽ നിന്നും എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല. അവൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയിരുന്നു. ബലം ക്ഷയിച്ചവനായി എഴുന്നേൽക്കുവാൻ കഴിയാതെ കിടക്കുമ്പോഴും ഹോട്ടലിൽ പോയി പറഞ്ഞ വാക്കുകൾ അവനെ കരയിച്ചു കൊണ്ടിരുന്നു. ചേട്ടൻ എന്നെ അടിച്ചുവല്ലേ, ഞാനൊരു രോഗിയാണ്. രോഗക്കിടക്കയിൽ എത്തിയപ്പോൾ മാത്രമേ കരാട്ടെ മാസ്റ്ററിൻ്റെ നിസ്സാരത്വം അവന് മനസ്സിലായുള്ളൂ. പിന്നീട് അയാൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതേ, മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാണ്, കുമിള പോലെയാണ്, നിഴൽ പോലെയാണ്, മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റ് പോലെയാണ്. 120 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വളരെയധികം ത്യാഗങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ 120 വയസ്സ് വരെ ജീവിച്ച് മരണം മൂലം നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവ് വേർപെട്ടാലും നമ്മുടെ ആത്മാവിനെ ഭൂമിയിലുള്ളവർ കാണുന്നില്ലെങ്കിലും ദൈവം നമ്മുടെ ആത്മാവിനെ കാണുന്നുണ്ട് എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവൻ ഉള്ളവരുടെ ദൈവമത്രേ. എല്ലാവരും അവനെ ജീവിച്ചിരിക്കുന്നുവല്ലോ. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ ആത്മാവിനെ കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ മരിച്ച മനുഷ്യന്റെ ആത്മാവിനെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നാം കേട്ട വാക്യത്തിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവിനെ നശിക്കുവാൻ കഴിയുകയില്ല എന്ന് സാരം. യേശു ശിഷ്യന്മാരെ വിട്ടു പോകുന്നത് കൊണ്ടാണ് അവർക്ക് വിഷാദം. അത് മനസ്സിലാക്കിയ യേശു പറയുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ്. പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടത്തി തരുവാൻ ദൈവം ശക്തനാണെന്ന് ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുവിൻ. അവൻ്റെ ക്രിസ്തുവായ എന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. യേശു ക്രൂശിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ശിഷ്യന്മാർക്കും നമുക്കും യേശു ഒരുക്കുന്ന വാസസ്ഥലം ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിരാശപ്പെടരുത്. ഈ ലോക സുഖം അല്ല യഥാർത്ഥ സുഖം. ശാശ്വതമായ ജീവിതത്തിനും സ്ഥിരമായ സന്തോഷത്തിനും സമാധാനത്തിനും ഞാൻ നിങ്ങൾക്കൊരുക്കുന്ന വാസസ്ഥലം അത്യാവശ്യമാണ്. നിങ്ങളെ സഹായിക്കുവാൻ ഞാൻ പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചു തരും. നിങ്ങൾ നിരാശരാകരുത് എന്നാണ് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം യേശുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്താൽ അവൻ നമ്മെ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ ഈ ഭൂമിയിലെ സകല ആവശ്യങ്ങളും നിറവേറ്റി തരികയും ചെയ്യും. അപ്പോൾ തന്നെ നമ്മുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതും അതിനായി നാം ഒരുങ്ങേണ്ടതും അത്യാവശ്യമാണ്. യേശു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് നമ്മെ പാപത്തിൽ നിന്നും അതിന് ഫലമായി ഉണ്ടായ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച് ദൈവമക്കളാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. തനിമല നിത്യജീവൻ നമുക്ക് അവകാശം തരുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടത്. ആ യേശുവിന് വേണ്ടി പാപം ചെയ്യാതെ ജീവിക്കുവാൻ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ശിഷ്യന്മാരോട് മാത്രമല്ല, യേശു നമ്മോടും പറയുന്നു, നമ്മുടെ ഹൃദയം ഒന്നിനെക്കുറിച്ചും കലങ്ങിപ്പോകരുത്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെന്ന് യേശുവിനറിയാം. എന്നാൽ എത്ര വലിയ പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കിയവനും ഇനിയും അപ്രകാരം ചെയ്യുവാൻ കഴിയുന്നവനുമാണ് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ നമുക്ക് ദൈവത്തിലും അവൻ്റെ ക്രിസ്തുവിലും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും അവൻ്റെ വചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവ് ഒരുക്കുന്ന സ്ഥലത്തിനായി ഭയത്തോടെ ജീവിക്കാം, പാപത്തെ വെറുക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സ്വസ്ഥതയില്ലാതെ കഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സ്വസ്ഥത കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ. കഷ്ടത അനുഭവിക്കുന്ന സകല ജനത്തെയും അങ്ങ് വിടുവിക്കണമേ. അങ്ങേ തിരിച്ചറിയുവാൻ തക്ക ഹൃദയം എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.